ഇപ്പം സൺസ്ക്രീനെ പറ്റിയൊക്കെ നമ്മൾ കുറേ മിത്തുകൾ കേൾക്കാറുണ്ട്. അതായത് സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അത് നമ്മളെ ഫേസ് കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസർ വരും. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മാത്രമല്ല സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ സ്കിൻ ക്യാൻസർ റിലേറ്റീവ്ലി കുറവാണ്, വെസ്റ്റേൺ പോപ്പുലേഷൻ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ നമുക്ക് അതിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ നമുക്ക് മെലാനിൻ ആണ്. നമുക്ക് കൂടുതൽ നമ്മുടെ മെലനിലുണ്ട്. മെലാനിൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ പ്രൊട്ടക്ഷൻ വരുന്നത്. അതായത് യു വി റേസ് ആണ് ഈ പ്രശ്നങ്ങൾ, ഈ സ്കിൻ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സൺസ്ക്രീൻ ആസ് സച്ച് ഒരു ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് ഒരു മിത്താണ്. സൺസ്ക്രീൻ നമ്മളെ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, സ്കിൻ ടൈപ്പ് പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് യു വി റേസിൽ യു വി എ പ്രൊട്ടക്ഷൻ, യു വി ബി പ്രൊട്ടക്ഷൻ, വിസിബിൾ ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് സൺസ്ക്രീൻ ചൂസ് ചെയ്യാം. പിന്നെ നമുക്കുള്ള സ്കിൻ, ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കൺസേൺസ് നോക്കിയിട്ട്, ഇപ്പോൾ ആക്നെ ഉള്ള ഒരാൾക്ക് ഒരു നോൺ കൊമേഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യാം. നമ്മളെ യു വി ബിയുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ SPF എന്ന് പറയുന്നത്. പിന്നെ യു വി എയുടെ ആണ് അതിൽ എഴുതിയിട്ട് കാണും, PA+++ എന്നൊക്കെ എഴുതിയിട്ട് കാണും. അത് യു വി എയുടെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് ബേസിക് ആയിട്ടും ഉണ്ടാവണം ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. പിന്നെ ഈ ഡ്രൈ സ്കിൻ, ഓയിലി, അപ്പൊ അതനുസരിച്ച് നമ്മൾ സൺസ്ക്രീൻ മാറ്റണം. ചൂസ് ചെയ്യാവുന്നതാണ്. വാട്ടർ ബേസ്ഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഉണ്ട്. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള, ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഇപ്പോൾ കുറേ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടതാണ്. വിസിബിൾ ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഉള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് നമുക്കിപ്പോൾ ഇന്ത്യൻ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ആണ് ഏറ്റവും വലിയ കൂടുതലായിട്ട് ഉണ്ടാവുക. കൂടുതലും കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മെലാസ്മ, കരിമംഗല്യം പോലത്തെ പ്രശ്നമൊക്കെ ഇല്ല. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ടിൻറ്റഡ് സൺസ്ക്രീൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ടിൻറ്റഡ് സൺസ്ക്രീൻസ്, അയൺ ഓക്സൈഡ് ഉള്ളത്, അത് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതും കൂടി അത് ബ്ലൂ ലൈറ്റിന്റെ, അതായത് വിസിബിൾ ലൈറ്റിന്റെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി കൂടുതലായിട്ടുള്ളതാണ്. ഓക്കെ.